നമസ്കാരം. പതിരും കതിരും. അച്ചിക്കോന്തന്മാരായ ആൺമക്കളെ കളിയാക്കാൻ പണ്ടത്തെ വല്യമ്മമാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്. നീക്കിത്തള്ളുന്ന അച്ചിക്ക് നിരങ്ങിയടുക്കുന്ന നായർ. പെണ്ണുപിള്ളയ്ക്ക് വേണ്ടെങ്കിലും കെട്ടിയോൻ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥയാണിത്. ഇതേ അവസ്ഥയിലാണിപ്പോൾ നിലമ്പൂരിക്ക. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറയുന്നത് പോലെ നിത്യേനയുള്ള രാഷ്ട്രീയ അഭ്യാസത്തിലൂടെ ചില്ലറ കളിയല്ല അമ്പൂരിക്ക കളിച്ചത്. യുദ്ധമുഖത്തേക്ക് ഘടോൽക്കജൻ വന്നതുപോലെ കാടിളക്കി ഒരു വരവായിരുന്നില്ലേ മാസങ്ങൾക്ക് മുമ്പ്. ആ അഭ്യാസി ദേണ്ടേ കിടക്കുന്നു പല്ലും കോത്ത്. വീണ് കിടന്ന് മാപ്പിരക്കുകയാണ്. എന്നാലും ആ ചാവക്കാട് കടപ്പുറത്ത് വന്നടിഞ്ഞ 150 കോടി എവിടെ അലിഞ്ഞു? പാവമായ എന്നെ പിരിയിളക്കി ആ ശശി പറഞ്ഞു വിട്ടതായെന്ന മട്ടിലാണ് ഇപ്പോൾ അൻവറിന്റെ കുമ്പസാരം. എന്റെ മാപ്പ് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കുമ്പസാരം കേട്ടപ്പോൾ കണ്ണു നനയാത്തവർ ആരുമില്ല. ഗോവിന്ദൻ മാഷ് ആരും കാണാതെ കണ്ണു തുടച്ചിട്ടുണ്ടാകണം. വിശാലഹൃദയനായ സതീശൻ ഹൃദയം പൊട്ടിയുള്ള ആ മാപ്പപേക്ഷ സ്വീകരിച്ചു. മൃഗയാ സിനിമയിൽ മമ്മൂട്ടിയുടെ വാറുണ്ണി തിലകന്റെ ഫാദർ പനങ്ങോടനോട് നടത്തുന്ന ഒരു കുമ്പസാരമുണ്ട്. അത് കേട്ട ഫാദർ പനങ്ങോടൻ പറഞ്ഞു, ഈ തിരുവസ്ത്രം ധരിച്ച ശേഷം ഇന്നോളം ഇത്ര ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന ഞാൻ കേട്ടിട്ടില്ല. നിനക്ക് നല്ലതേ വരൂ. സതീശൻ വെള്ളവസ്ത്രം അണിഞ്ഞ ശേഷം ഇന്നോളം കേട്ടിട്ടേയില്ല ഇതുപോലെ ഹൃദയം തുറന്നുള്ള ഒരു മാപ്പപേക്ഷ. വാതിൽ തുറക്കുമെന്നും അടയ്ക്കുമെന്നും പറയുന്നില്ല എന്ന് മാത്രം. എന്നാലും ആ പൂന്താനം തിരുമേനി മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ എത്ര കൃത്യമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ ഇപ്പോൾ മാറാപ്പിന്റെ ഭാരമാണ്. പിണറായി വിജയനെ തണ്ടിലേറ്റി നടന്ന കാലത്ത് ആരായിരുന്നു ഈ മനുഷ്യൻ? ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഡയലോഗ് ആരോടൊക്കെ അടിച്ചു? നിന്റെ ബാപ്പയല്ല എന്റെ ബാപ്പ. ഇങ്ങനെ നെടുങ്കൻ ഡയലോഗ് കാച്ചി ഒരപ്പന് മാനക്കേടുണ്ടാക്കിയ മകൻ രാഷ്ട്രീയത്തിൽ വേറെ കാണില്ല. എല്ലാം ഇപ്പോൾ ആ പാവം ശശിയുടെ പെടലിയിലേക്ക് വെച്ചിരിക്കുകയാണ്. പി ശശി എഴുതി നൽകിയ ആരോപണം നിയമസഭയിൽ വായിച്ചതാണത്രേ പാവം. പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിച്ച് അകത്തു കയറാൻ മുൻകാല ചെയ്തികളെല്ലാം തന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് അൻവർ എന്നാണ് ശശിയണ്ണൻ പറയുന്നത്. ശശിയണ്ണൻ ഉടൻ തന്നെ കേസിന് പോകും. ആ തല എന്തെല്ലാം പേരണം, എന്തെല്ലാം ദുഃഖഭാരങ്ങൾ, ആരോപണങ്ങൾ. ഞാൻ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞോട്ടെ CMA എന്ന് പിതൃതുല്യനായ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ, ഓ ആയിക്കോട്ടെ, മനസ്സിലുള്ളതെല്ലാം അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് തലയാട്ടി വിട്ടതായും അൻവർ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദനും പറഞ്ഞു എല്ലാം തുറന്നു പറഞ്ഞോളാൻ. അത് കെട്ടിയ അൻവർക്ക് മാരത്തൺ വാർത്താ സമ്മേളനങ്ങളാണ് നടത്തിയത്. ആ മരക്കുറ്റി ചാനൽ വീട്ടിൽ തന്നെ തമ്പടിച്ച് കിടക്കുകയായിരുന്നു. UDF-ലെ സകലതിനെയും തമ്മിൽ തല്ലിക്കും എന്ന ഭയമാണ് ഇപ്പോൾ കോൺഗ്രസുകാർക്കുള്ളത്. അടുത്ത ഭരണം കിട്ടിയിട്ട് വേണം 1, 2, 3 നമ്പറിട്ട് കുറച്ചുപേരെ അകത്താക്കാൻ. രാഷ്ട്രീയത്തിലെ ആദ്യത്തെ 1, 2, 3കാരൻ മണിയാശാൻ സതീശനെതിരെ അന്ന് അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രതികരിച്ചത് ഓർക്കുന്നു. അയാൾ തലയ്ക്ക് വെളിവില്ലാതെ വല്ലതും പറയുന്നതിന് ഞാൻ എന്തോ പറയാനാ. മണിയാശാന് പോലും ഈ അൻവറിനെ എത്രയോ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിലെ ഒരുപാട് വൻ വീഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ ഒരു മനുഷ്യൻ ഇങ്ങനെ 4 കാലും പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലത്ത് വീഴുന്ന കാഴ്ചയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ല. എങ്കിലും ജീവൻ പോയെന്ന് സമ്മതിക്കരുത്. ഇത് സമാധിയാണ്. ഒരു വഴിയും തെളിഞ്ഞില്ലെങ്കിൽ നാളെ തൃണമൂലം വലിച്ചെറിഞ്ഞ് താമരയിൽ അഭയം തേടാനും അമ്പൂക്ക മടിക്കില്ല. PC ജോർജിന്റെയും അബ്ദുള്ളക്കുട്ടിയുടെയും ഒക്കെ വഴി മുമ്പിൽ തെളിഞ്ഞു കിടക്കുകയാണല്ലോ.